السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. മലക്കുകൾ അക്രമികളായി മരിപ്പിക്കുന്നവരുടെ അവസ്ഥ, അതായത് സത്യനിഷേധികളുടെ അവസ്ഥ, അതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സുകൃതികളായി മരിക്കുന്നവരുടെ അവസ്ഥ പറയുകയാണ്. അവരോട് ചോദിക്കപ്പെട്ടു, അതായത് മുത്തഖീങ്ങളോട് ചോദിക്കപ്പെട്ടു, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് അവതരിച്ച് കിട്ടിയതെന്ന്. അവർ പറഞ്ഞു, നന്മ മാത്രം. അതേസമയം മറ്റവർ പറഞ്ഞു, അത് ചെറിയ പഴം പുരാണങ്ങൾ, പൂർവികളുടെ കഥകൾ എന്നാണ് അവർ പറഞ്ഞത്. തുടർന്ന് ആ മുത്തഖീങ്ങളായ ആളുകൾ അവർക്ക് ഇഹലോകത്തും പരലോകത്തും അള്ളാഹു അവർക്ക് ചെയ്യുന്ന നന്മയെ പറയുന്നു. മക്കയിലെത്തുന്ന ഹാജിമാർ അവിശ്വാസികളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു എന്താണ് ഇറക്കിക്കൊടുത്തത് എന്ന് ചോദിച്ചാൽ അവരത് പാടെ നിഷേധിക്കും. അയാൾ മാന്ത്രികനാണ്, ജ്യോത്സ്യനാണ്, കള്ളം പറയുന്നവനാണ്. അതേസമയം സത്യവിശ്വാസികളായ ആളുകൾ വരുമ്പോൾ അവരോട് ചോദിക്കും, അവർ പറയും നന്മയാണ് അള്ളാഹു അവതരിപ്പിച്ചത്. നല്ല കാര്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്നവ എന്നുമാവാം ഇതിൻ്റെ അർത്ഥം. നേരും ഉപകാരവും ചേർന്നതാണ് നന്മ എന്നതിനാണ് അവരങ്ങനെ പറഞ്ഞത്. അതിൽ വിശ്വസിക്കാത്തവർക്ക് വിപരീതമായി അവരതിൻ്റെ സത്യത സമ്മതിക്കുന്നവരും അതിനെ പിൻപറ്റുന്നവരും ആവുകയാണ്. വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും അതനുസരിച്ച് നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് ഇഹലോകത്തും പരലോകത്തും നന്മ ലഭിക്കും. ഇഹത്തിൽ ലഭിക്കാവുന്ന എല്ലാ നന്മയും ഇതിൽ ഉൾപ്പെടും. സൽകീർത്തി, പ്രശംസ, ആദരവ്, ഉയർച്ച, സത്യനിഷേധികൾക്കെതിരെയുള്ള വിജയവും പ്രാമാണ്യവും അതിലൂടെ ലഭിക്കുന്ന ഐഹിക ക്ഷേമവുമെല്ലാം ബദർ യുദ്ധത്തിലും ഫതഹ് മക്കയിലും കിട്ടിയ പോലെ അതിനു പുറമെ ആത്മീയമായ ഉയർച്ചയും അവർക്ക് ലഭിക്കുന്നു. പരലോക ഭവനമാകട്ടെ കൂടുതൽ ഉത്തമമാകുന്നു. പരലോകത്തിലെ നന്മ മഹത്തായ പ്രതിഫലമാണ്. അത് 10 ഇരട്ടി എന്നല്ല, 70ഉം 700ഉം ഇരട്ടിയാവും. അറ്റമില്ലാത്ത തോതിൽ വർദ്ധിക്കുമത്രേ. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.